പ്രണയം എന്ന് പറഞ്ഞാൽ രണ്ടുപേര് താങ്കളൊരു പെൺകുട്ടിയെ കണ്ടാൽ പ്രേമിക്കുന്നെങ്കിൽ അവൾ എന്താണോ അവളായിട്ടാണ് അവളെ പ്രേമിച്ചിരിക്കുന്നത്. അവളുടെ വേഷം കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, അവളുടെ മുഖം കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, അല്ലെ, അവളുടെ പേര് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷെ പ്രണയം സാഫല്യത്തിലെത്തിയാൽ അവൾക്ക് ആ പേര് പറ്റില്ല, അവൾക്ക് ആ വസ്ത്രം പറ്റില്ല, അവൾക്ക് അവളുടെ മുടി കാണിക്കാൻ പാടില്ല. അപ്പൊ അവിടെ വഞ്ചനയില്ലേ? സ്വന്തം മാതാപിതാക്കളെ പോലും ഉപേക്ഷിച്ച് പ്രണയ സാഫല്യത്തിന് വേണ്ടി ഒന്നാകുമ്പോൾ അവിടെ എങ്ങനെയാ മതം വരണത്? നിങ്ങൾ രണ്ട് മതത്തിൽ നിൽക്കൂ, ഞങ്ങൾ ചോദ്യം ചെയ്യില്ല. ഹിന്ദുവായിട്ട് മുസ്ലിമായിട്ട് നിൽക്കട്ടെ, എന്താ ലൈംഗിക ബന്ധത്തിന് പ്രശ്നമുണ്ടോ? മക്കളുണ്ടായാൽ പ്രശ്നമുണ്ടോ? വ്യത്യസ്ത മതവിഭാഗങ്ങൾ കല്യാണം കഴിക്കും, അത് പരിശുദ്ധ പ്രണയമാണെന്ന് ഞങ്ങൾ പറയാം. നേരെ മറിച്ച് കല്യാണം കഴിച്ചാൽ പൊന്നാനി പോണെന്നോ, അല്ലെങ്കിൽ മറ്റേ കോഴിക്കോട് മോത്താർ കേന്ദ്രത്തിൽ പോണെന്നോ, ഗ്രീൻ വാലി പോണെന്നോ, സത്യസരണി പോണെന്നോ ഇപ്പോഴും ഉണ്ട്. സത്യസരണിയിലും ഗ്രീൻ വാലിയിലും പൊന്നാനിയിലും മാസങ്ങൾ നീണ്ട മതപഠനം നടത്തി തന്നെയാണ് ഈ കുട്ടികളെ വീട്ടിലേക്ക് എടുക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഒരു പരിശുദ്ധ പ്രണയത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്.